മണ്ണാർക്കാട് റൂറൽ ബാങ്കിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും ബാങ്ക് ഭരണസമിതി. മുൻകാലങ്ങളിൽ ബാങ്കിന്റെ വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും പ്രയോജനപ്പെടുത്തിയിരുന്ന ചിലരാണ് ബാങ്കിനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു. ബാങ്കിൽ നിക്ഷേപിച്ച പണം ഉപഭോക്താക്കൾക്ക് യാതൊരു ഭയവും കൂടാതെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്നും ബാങ്കിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുമെന്നും മുൻ സെക്രട്ടറി അജയ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായി ബാങ്കിൻ്റെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിൽ നിരവധി കേന്ദ്രങ്ങളിൽ പരാതി അയച്ചു. ആ പരാതികളൊക്കെ തന്നെ കഴിഞ്ഞ 2 വർഷമായി പരിശോധന നടത്തി. ആ പരിശോധനയിലൊക്കെ തന്നെ ഈ പറയുന്ന പരാതികളൊന്നും തന്നെ കഴമ്പില്ല എന്ന് പറഞ്ഞ് സഹകരണ വകുപ്പായാലും കേരള ബാങ്കിൻ്റെ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പലതവണ അന്വേഷിച്ച കാര്യങ്ങളാണ് വീണ്ടും പരാതിയായി വന്നിട്ടുള്ളത്. പരാതി ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. ബാങ്കിനെക്കുറിച്ച് മാത്രമല്ല, ഏത് കാര്യത്തെക്കുറിച്ചും അവർക്ക് പരാതി കൊടുക്കാം. പക്ഷേ പരാതികൾ പോലും വാർത്തയാക്കുന്ന നിലപാടിലേക്ക് പോവുകയും ആ വാർത്ത വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ, വളരെ കുറച്ച് പരിമിതമായ ആൾക്കാർ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ച് എന്ന് മാത്രമല്ല ഈ ഇവിടുത്തെ നിക്ഷേപകരെ പരിഭ്രാന്തിയിലാക്കുന്ന രൂപത്തിൽ ഫോൺ കോളുകൾ ഉൾപ്പെടെ ഭയപ്പെടുത്തുന്ന സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരു തവണ പരിശോധന നടത്തിയതാണ്, വീണ്ടും പരിശോധന നടത്തട്ടെ. ബാങ്കിലെ ഫയലുകളും രേഖകളും തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുക. അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിൽ എന്താണ് പ്രശ്നമെന്നും അന്വേഷണം നടത്തി എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന് മറുപടി നൽകാമെന്നും അജയ് കുമാർ പറഞ്ഞു. നമ്മുടെ ഇടപാടുകാരിൽ പരിഭ്രാന്തി വളർത്തി ഈ സ്ഥാപനത്തെ തകർക്കുക, ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനായി ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മാന്യ ഇടപാടുകാർ യാതൊരു ഭയത്തോടും ഇരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇട്ട പണം നിങ്ങളുടെ പോക്കറ്റിലെ പൈസ എന്ന പോലെ സുരക്ഷിതമാണ്. ഏത് സമയത്തും വന്നാലും കിട്ടുന്ന രൂപത്തിലേക്ക് തികച്ചും ആ രൂപത്തിലുള്ള സാമ്പത്തിക ഭദ്രത കേരള സംസ്ഥാനത്തിനുള്ള ഏറ്റവും മികച്ച ധനകാര്യ സ്ഥാപന രൂപത്തിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എല്ലാ മാന്യ ഇടപാടുകാരുടെയും സഹകാരികളുടെയും ബഹുജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെ ആകെ തന്നെ പിന്തുണ ഈ സ്ഥാപനത്തിന് നിങ്ങൾ തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യർത്ഥന. സ്ഥാപനവും ഞങ്ങളും പരാതിക്കാരും ഇവിടെ തന്നെയുണ്ട്. അന്വേഷണം നടക്കുന്നത് കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. പരിശോധന നടത്തട്ടെ, അതിനുശേഷം വസ്തുതകൾ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്കിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റൂറൽ ബാങ്ക് മുൻ സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു. ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിലാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഉന്നയിക്കുകയോ ആക്ഷേപപ്പെടുത്തുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്താൽ അത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടുണ്ട്. പക്ഷെ അത് ഇതിപ്പോൾ ഒരു വാർത്ത അന്വേഷണം നടത്താൻ തീരുമാനിച്ചു പറഞ്ഞാൽ അന്വേഷണത്തിന് എന്താ കുഴപ്പമുള്ളത്? അന്വേഷണം വാർത്തയാക്കാമോ? പക്ഷേ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് അവർ പറയണം ഇന്ന കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ അവർ പറയാൻ അവർക്കൊരു സാഹചര്യം കിട്ടട്ടെ, അപ്പോഴും ഞങ്ങളതിന് മറുപടി പറയാമെന്ന് അവർ പറയട്ടെ. അത് കഴിയുന്നതിന് മുമ്പ് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്, ഈ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്, പരാതി ഉണ്ട്, ഇവിടെ പരാതിക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് ലോകാവസാനമായിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് വരെ എല്ലാവരും കാത്തിരിക്കുക. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതിലേക്ക് കാര്യമില്ല. പക്ഷേ The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.